ഒരു 3-4 ട്രിപ്പ് പ്ലാൻ ചെയ്തിറങ്ങിയതാണ് കേട്ടോ. വെക്കേഷനായിട്ട് ഒരിടത്തും കൊണ്ടുപോകണമെന്നുള്ള പിള്ളേരെ പരാതിയും തീർക്കാം. അങ്ങനെ എന്താ രാവിലെ തന്നെ കരുനാഗപ്പള്ളി ചെന്ന് അവിടെ നിന്ന് ബാക്കിയുള്ളവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ട്രെയിനിലാണ് പോകാനായിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നത്. ട്രെയിൻ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മിസ്സാവുമെന്നാണ് കേട്ടോ കരുതിയത്. ആ ഒരു വെപ്രാളത്തിലാണ് അച്ഛൻ ഓടിയത്. അപ്പോൾ എന്തായാലും ദൈവഭാഗ്യത്തിന് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കരുനാഗപ്പള്ളി ചെന്ന് ഇറങ്ങിയത് റെയിൽവേ സ്റ്റേഷനിൽ ശംഭു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. വീട്ടിൽ ചെന്നതും അമ്മയിൽ വെച്ചും ഒരുങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അവരും കൂടെ ഇറങ്ങി സെറ്റ് ആയതിനു ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. ഇന്നോവ ക്രിസ്റ്റ ആയിരുന്നേ ഞങ്ങളെ വണ്ടി. അപ്പം വണ്ടിയിൽ ഏകദേശം 10 പേരോളം ഉണ്ടായിരുന്നുകൊണ്ട് വലിയ കൺജസ്റ്റഡ് ആയിരുന്നു. എന്നാലും ഞങ്ങളെ ട്രിപ്പ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. രാവിലെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ അമ്മയും അതുപോലെ ലക്ഷ്മി ചേച്ചിയും വാള് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ വേറെ നിവൃത്തിയില്ലാതെ പലയിടത്തും ഇങ്ങനെ നിർത്തി ഇറങ്ങിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം പിന്നെ ഉച്ചക്കത്തേക്കുള്ള പൊതിച്ചോറ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല മുട്ട പൊരിച്ചതും ചമ്മന്തിയും തോരനും വിഴുക്കുവരട്ടി അങ്ങനെ എല്ലാം ആയിട്ട് സെറ്റായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോയി. ഞങ്ങൾ ആദ്യം തന്നെ കുട്ടിക്കാനത്ത് പാഞ്ചാലി മേളിലാണ് കേട്ടോ പോയത്. അപ്പോൾ പാഞ്ചാലി മേട്ടിൽ ചെന്നതും നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. പക്ഷെ കുറേയൊക്കെ കയറിയപ്പോഴത്തേക്കും ലക്ഷ്മിയേച്ചിയും കൊല്ലത്തെ അമ്മയൊക്കെ അങ്ങ് തളർന്നു പോയി കേട്ടോ. പിന്നെ അവരൊക്കെ അവിടെ തന്നെ ഇരിപ്പായി. ഞങ്ങൾ കുറച്ച് പേര് മാത്രം മുകളിലോട്ട് പോയി. പക്ഷെ മുകളിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല കോട ഉണ്ടായിരുന്നു, നല്ല കൽമണ്ഡപങ്ങളും പല സ്ഥലത്തും ഇങ്ങനെ ബെഞ്ചുകൾ കണക്കും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോപ്പിലൊക്കെ പോയ ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പരുന്തുംപാറയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് പിള്ളേരിങ്ങനെ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും കോടയും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. വണ്ടികൾ തന്നെ ഓപ്പോസിറ്റ് വരുന്നത് അധികം ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. സാത്തു ഇങ്ങനെ മുഖം പൊത്തിക്കുന്ന തന്നെ തണുപ്പ് കാരണമാണ് അത്ര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി വൈകിട്ട് സന്ധ്യയ്ക്കാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാനും വിഷ്ണുവും സാത്തുവും ലച്ചും എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങി വിഷ്ണുവിന് ഒരു കൂളി ഗ്ലാസ്സൊക്കെ വാങ്ങിക്കാൻ പോകണമായിരുന്നു കേട്ടോ. അത് മാറ്റിയതിന് ശേഷം ഞങ്ങൾ നല്ല ചൂട് മാഗി വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്ലാനൊക്കെ ഇട്ടതിൽ ലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഛർദ്ദിച്ചുകൊണ്ട് ചേച്ചിക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ചേച്ചി അവിടെ അങ്ങ് ഇരിപ്പായിട്ടോ. മൊത്തത്തിൽ അവരൊക്കെ അങ്ങ് ക്ഷീണിച്ചു പോയി. എന്തായാലും 5 minutes ആണ് മാഗിയുടെ ടൈം എന്ന് പറയണമെങ്കിലും അതിലല്ല കേട്ടോ, അതിലും കൂടുതൽ സമയം ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. അവിടെ തന്നെ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. അങ്ങനെ രാത്രി ഞങ്ങളെ സ്റ്റേയിലോട്ട് വന്നു കേട്ടോ. രാത്രിത്തെ ഫുഡിന് ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളും ബാത്റൂമും വൃത്തിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിച്ചനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ചപ്പാത്തിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.